പ്രവാസ സാഹിത്യത്തെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങുമ്പോൾ പ്രവാസ സാഹിത്യം എന്നത് പ്രവാസികൾ എഴുതുന്ന സാഹിത്യം മാത്രമാണോ, അല്ലെങ്കിൽ പ്രവാസ സാഹിത്യം എന്ന് പറയുന്ന ഒരു സംജ്ഞയ്ക്കകത്ത് നമുക്ക് ഉൾപ്പെടുത്താവുന്ന വിവിധ മാനങ്ങൾ എന്തൊക്കെയാണ്? പ്രവാസത്തെക്കുറിച്ച് തന്നെയുള്ള നമ്മുടെ ഒരു പൊതു ധാരണ എന്ന് പറയുന്നത് ഈ മേഘസന്ദേശത്തിലെ പ്രവാസം എന്ന മട്ടിലുള്ള വളരെ ക്ലാസിക്കായ ഒരു പ്രവാസ സങ്കല്പമാണ്. അതത്ര ശരിയല്ല. പ്രവാസത്തിന് ഒരുപാട് അടരുകളുണ്ട്. അതൊരു താൽക്കാലികമായ പ്രവാസമാകാം, കുറച്ച് നാൾ കുറേ കൂടി ദൈർഘ്യമുള്ള മറ്റൊരു ദേശത്തെ ജീവിതമാകാം. ഈ മൈഗ്രേഷനിൽ തന്നെ ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ, നാഷണൽ അല്ലെങ്കിൽ ആഭ്യന്തര കുടിയേറ്റം, ഇങ്ങനെ രണ്ടായിട്ട് തിരിക്കും. ഈ ആഭ്യന്തര കുടിയേറ്റം എന്ന് പറയുന്നതിന് അകത്ത് തന്നെ ഇപ്പം ഇന്ത്യൻ മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ അന്തർദേശീയമായിട്ടുള്ള രാജ്യത്തിന് പുറത്തേക്കുള്ള കുടിയേറ്റവും ഉണ്ട്, ഇന്ത്യക്കകത്ത് സംഭവിക്കുന്ന കുടിയേറ്റമുണ്ട്. പക്ഷേ ഇപ്പോൾ കേരളത്തിലെ ആഭ്യന്തര കുടിയേറ്റം പരിഗണിച്ചാൽ ആദ്യകാലത്ത് തിരുവിതാംകൂറിൻ്റെ കൊച്ചിയിലേക്കുള്ള കുടിയേറ്റം അല്ലെങ്കിൽ മലബാറിലേക്കുള്ള കുടിയേറ്റം, ഇതിനെ നമ്മൾ ആഭ്യന്തര കുടിയേറ്റം എന്ന രീതിയിൽ ഇപ്പം പരിഗണിക്കുമ്പോഴും അന്ന് അത് ഇൻ്റർനാഷണൽ ആണ്. അത് കാരണം തിരുവിതാംകൂർ വേറെ രാജ്യമാണ്, കൊച്ചി വേറെ രാജ്യമാണ്, മലബാർ വേറെ രാജ്യമാണ്. അപ്പോൾ ഈ വേർതിരിവുകളെ ഇത്രയും റിജിഡായി പരിഗണിക്കേണ്ട ഒരു കാര്യമില്ല എന്നാ തോന്നുന്നു. ഇവിടുന്ന് പോയി വേറൊരു രാജ്യത്ത് നമ്മൾ ജീവിതം തുടങ്ങി അവിടെ സെറ്റിലാവുന്നതിനൊരു നിശ്ചിത ശ്രമങ്ങളും ഒക്കെ ഉണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ അതിനേക്കാൾ ശ്രമമാണ് ഒരു വില്ലേജിലെ സ്ത്രീ വിവാഹം കഴിച്ച് വേറൊരു വില്ലേജിൽ പോയി അവിടെ സെറ്റിലാവുന്നത്. നമ്മൾ സെറ്റിലാവുന്നത് ഒരു രാജ്യത്തിനകത്ത്, ഈ സ്ത്രീ വിവാഹത്തിലൂടെ സെറ്റിലാവാൻ ശ്രമിക്കുന്ന ഒരു വീടിനകത്ത്. നമുക്കുള്ള ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഇപ്പം ദുബായ് പോലൊരു നഗരം, അല്ലെങ്കിൽ മലേഷ്യ പോലൊരു നഗരം, അല്ലെങ്കിൽ കുവൈറ്റിൽ, അല്ലെങ്കിൽ ഗൾഫിൻ്റെ, അല്ലെങ്കിൽ ആഫ്രിക്കയുടെ, പക്ഷെ അത്രയും വിശാലമായ സ്ഥലത്തെ ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കൽ ഇതിനേക്കാൾ അതീവ ക്ലേശകരമാണ് മറ്റൊരു വീടിൽ ഈ വിവാഹത്തിലൂടെ എത്തുന്ന സ്ത്രീ അഭിമുഖീകരിക്കുന്ന ആ പരിസരം. അത് ആ നിലയ്ക്ക് ചർച്ച ചെയ്യുന്നില്ല. ഈ ഇൻട്രാ ഡിസ്ട്രിക്ട് മൈഗ്രേഷൻ എന്ന് പറയും. ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ നേരത്തെ തിരുവിതാംകൂർ, കൊച്ചി, ഇപ്പൊ അത് പഠിക്കുമ്പോൾ എങ്ങനെ CDS ഒക്കെ പഠിക്കുമ്പോൾ കൊല്ലത്ത് നിന്നുള്ള കാലിക്കറ്റിലേക്കുള്ള മൈഗ്രേഷൻ, ഇന്റർ ഡിസ്ട്രിക്ട്, അതിനെ കുറച്ചുകൂടി സൂക്ഷ്മമായി എടുത്താൽ ഇൻട്രാ ഡിസ്ട്രിക്ട് മൈഗ്രേഷൻ, ഒരു ജില്ലയിൽ ഉണ്ടാകുന്ന ഒരു ഗ്രാമത്തിൽ നിന്ന് വേറൊരു ഗ്രാമത്തിലേക്കുള്ള. അപ്പൊ നമ്മുടെ സമൂഹത്തിലെ വളരെ സ്വാഭാവികവും സാമ്പ്രദായികവുമായ ഒരു പ്രക്രിയയാണല്ലോ വിവാഹം. ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ അവിടെ ആ സ്ത്രീ അഭിമുഖീകരിക്കുന്ന മറ്റൊരു വീടിന്റെ ഭൗതിക സാഹചര്യം അവിടുത്തെ എൻ്റയർലി ഡിഫറെൻ്റ് ആയ ഒരു അന്തരീക്ഷമാണ്. അവിടെ എങ്ങനെയാണ് ഈ സ്ത്രീകൾ അവരുടെ ഒരു ജീവിതം കണ്ടെത്തുന്നുള്ളത് നമ്മൾ ഈ അന്തർദേശീയ കുടിയേറ്റം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പം നമ്മൾ മൈഗ്രേഷൻ പ്രവാസ സാഹിത്യം ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും ചെറിയ ഡിസ്പ്ലേസ്മെന്റിനെയും പരിഗണിക്കണം. ഇത് ഏറ്റവും പ്രാദേശിക തലത്തിൽ ഏറ്റവും സൂക്ഷ്മതലത്തിലുള്ള ഡിസ്പ്ലേസ്മെന്റും ഇന്റർനാഷണലായ ഡിസ്പ്ലേസ്മെന്റും പരിഗണിച്ചുകൊണ്ട് വേണം ഇതിനെ മനസ്സിലാക്കാൻ. പക്ഷെ കാലവും ടെക്നോളജിയും ഒക്കെ മാറുമ്പോൾ ഇതിൻ്റെ അനുഭവത്താൽ സ്ഥലം, അതിൻ്റെ തീവ്രത, ഇതൊക്കെ തന്നെ വലിയ വ്യത്യാസമുണ്ട്. ഈ ഒരു പ്രാദേശികമായ അനുഭവം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് വീരാൻകുട്ടിയുടെ ഒരു കവിതയാണ്. മലയോര ദേശത്തു നിന്നും കടൽ തീരത്തേക്ക് വിവാഹം കഴിച്ചു കൊണ്ടുവന്ന ഒരു പെൺകുട്ടി ഈ കടൽ തിരകളിൽ ഈ മലകളുടെ ദൃശ്യം കാണുന്നതായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പറയുമ്പോൾ പ്രവാസ സാഹിത്യം എന്ന് പറഞ്ഞത് പ്രവാസി ആയ ഒരു മനുഷ്യൻ എഴുതുന്ന സാഹിത്യമാണോ, പ്രവാസത്തെ പറ്റി എഴുതുന്ന സാധനങ്ങളാണോ, പ്രവാസത്തെ പറ്റി എഴുതുന്ന സാധനങ്ങളാണോ? അപ്പോൾ ഈ എഴുത്തിൽ
എനിക്ക് തോന്നിയിരിക്കുന്നത്, നമ്മൾ ഈ സിനിമയിൽ സെറ്റ് ഇടില്ലേ, ഒറിജിനൽ സെറ്റ് പോലെ തന്നെ തീവണ്ടിയിലെ റൂം ഒറിജിനൽ തീവണ്ടിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് അവാർഡ് കിട്ടില്ല എന്ന് കേട്ടിട്ടില്ലേ? അതായത് ഒരു പ്രവാസ സാഹിത്യം എഴുതേണ്ട ഒരാൾ പ്രവാസിയാകണമോ വേണ്ട, അത് പ്രവാസിയാകണമെന്നില്ല, ആന്തരികമായ പ്രവാസം ഉണ്ടാവാം. അങ്ങനെ എഴുതാൻ പറ്റും, ഈ പറയുന്ന കഥകൾ അങ്ങനെ എഴുതാൻ പറ്റും. പക്ഷെ എനിക്ക് തോന്നണത് നമ്മളിപ്പോൾ പ്രവാസം എന്നൊരു അനുഭവം ഉണ്ടാവണമെങ്കിൽ നമ്മളവിടെ ജീവിക്കാൻ നിർബന്ധിതരാവണം. ഈ നിർബന്ധിതരാവുന്നതിന് പല കാരണങ്ങളുണ്ട്. പണ്ട് വേറെ ഗതികേടിൻ്റെതായിരുന്നുണ്ടാവും ഒരു കാലത്ത് പ്രവാസം. എൻ്റെയൊക്കെ പ്രവാസം എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി അന്വേഷിച്ചിട്ടുള്ള പ്രവാസമായിരുന്നു. ഇന്ന് ഈ പറഞ്ഞ വിദേശത്തേക്കൊക്കെ പോകണം, നമുക്ക് ഈസി ആയിട്ട് പോയി വരാം, പോയി കണ്ട് ഒന്ന് അനുഭവിച്ച് വരാം. പക്ഷെ എനിക്ക് തോന്നണത് സാഹിത്യത്തിൽ ഇത് വരുമ്പോൾ, അതിൽ ചോദിച്ച ചോദ്യത്തിൽ പ്രവാസം സാഹിത്യത്തിൽ എങ്ങനെ വരുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അത് അനുഭവിച്ചാൽ മാത്രമാണ് അത് യഥാർത്ഥത്തിൽ എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ എഴുതുമ്പോൾ അത് സെറ്റ് ഇട്ടതാണെന്ന് നമുക്ക് തോന്നില്ല. പക്ഷെ ഇപ്പോൾ നേരത്തെ ആരുടെ പറഞ്ഞ പോലെ പ്രവാസി അല്ലാണ്ട് പ്രവാസത്തിൻ്റെ ഗംഭീര സാധനങ്ങൾ എഴുതിയവരുണ്ട്. അവര് അത്രയ്ക്കും ജീനിയസ് ആയിരിക്കും. എനിക്ക് തോന്നുന്നത് പ്രവാസി അല്ലാത്ത ഒരാൾ എഴുതുമ്പോൾ അത് കുറെ കൂടെ പ്രമേയപരമായിരിക്കും എന്നാണ്. മറ്റേത് നമ്മുടെ ഉൾവഹിച്ചുകൊണ്ടുള്ള, നമ്മുടെ എഴുത്തിൽ, നമ്മുടെ കാഴ്ചപ്പാടിൽ ഉൾച്ചേർന്നിട്ടുള്ള ഒരു അനുഭവമായിട്ട് അത് മാറും. ഇപ്പോൾ നമ്മൾ സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ പ്രവാസത്തിൻ്റെ ഒരു അതിഥികളെ നമ്മൾ വികസിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ആരംഭിച്ചത്. അപ്പം മലയാളത്തിലെ പ്രവാസ സാഹിത്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരിക ഗൾഫ് പ്രവാസത്തിൻ്റെ സാഹിത്യമായിരിക്കും. ഇപ്പോൾ മലയാളത്തിലെ പ്രവാസ സാഹിത്യത്തിൻ്റെ തന്നെ ഒരു മുഖമുദ്രയായിട്ട് നിലനിൽക്കുന്നത് ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന് പറഞ്ഞ നോവലാണ്. അതൊക്കെ അതിനൊരു കാരണമായിരിക്കാം. പക്ഷേ ഇപ്പോൾ നോർക്കയുടെയൊക്കെ റീസെൻ്റ് ആയിട്ടുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ 160-ലേറെയൊക്കെ രാജ്യങ്ങളിലാണ് മലയാളികൾ മാത്രം പാർക്കുന്നത്, വിവിധ ഭൂഖണ്ഡങ്ങളിലായിട്ട്. എന്നാൽ നമ്മുടെ പ്രവാസ സാഹിത്യത്തിൽ ഈ ഒരു വൈവിധ്യം വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് നമ്മൾ ഗൾഫ് പ്രവാസത്തിലേക്ക്, അല്ലെങ്കിൽ പ്രവാസ സാഹിത്യം ഗൾഫ് പ്രവാസത്തിലേക്ക് മാത്രം ചുരുങ്ങുന്നത്? എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അത് ഒരു ശതമാനക്കണക്കനുസരിച്ചിട്ടായിരിക്കും. ഇപ്പോൾ ഇത്രയധികം ശതമാനക്കണക്കെടുത്താൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഗൾഫിലായിരിക്കും. അതുകൊണ്ട് അതിന് വന്നേക്കണ ഒരു പ്രൊമിനൻസി ആയിരിക്കണം. ബാക്കിയുള്ള സ്ഥലത്ത് ആ ശതമാനം വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലായിടത്തു നിന്നും ഒരേപോലെയൊക്കെ തന്നെയായിരിക്കും വരുന്നത്. പുറത്തും അമേരിക്കയിലും ഇപ്പോൾ ജപ്പാനിലും ചൈനയിൽ എല്ലാവിടെയും മലയാള എഴുത്തുകാരുണ്ട്. അവർ പണ്ട് ഞാനൊക്കെ എഴുതി തുടങ്ങുന്ന കാലത്ത് പ്രവാസ സാഹിത്യകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫിൽ നിന്നിടയ്ക്ക് ലീവിന് വരുന്നു, ഇവിടെ വന്നിട്ട് ദിവ്യന്മാരെയൊക്കെ കാണുന്നു, അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. മുഖ്യധാരയിൽ തന്നെ ഇപ്പം ഈ ആഴ്ച വന്ന ആനുകാലികങ്ങളിൽ വന്ന കഥയും കവിതയും എടുത്തു കഴിഞ്ഞാൽ അതിൽ പുറത്ത് എത്ര % മലയാളികളുണ്ട് അത്രയും % മുഖ്യധാര സാഹിത്യത്തിലുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. അതിൻ്റെ തുടക്കം ഈ ഞങ്ങൾ ഒക്കെ അവിടെ ഉണ്ടായിരുന്ന കാലത്ത് 98, 99, 2000, 2000 ആ കാലഘട്ടത്തിലാണ് അതിൻ്റെ ഒരു തുടക്കം ഉണ്ടായിരുന്നത്. അന്ന് മുഖ്യധാര സാഹിത്യകാരൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മേദില് ഗൾഫുകാരനായിരുന്നു, കുവൈറ്റിലുണ്ടായിരുന്നു ആ സമയത്ത്, കുവൈറ്റിലുണ്ടായിരുന്നു. പക്ഷെ മേദിൽ മുഖ്യധാരക്കാരനായിട്ട് ഗൾഫിൽ വന്ന പോലെയാണ് കണക്ക്. സർജു അങ്ങനെയായിരുന്നു, കരുണാകരൻ അങ്ങനെയായിരുന്നു. അപ്പൊ അന്ന് ഒരു തരംതിരിവുണ്ടായിരുന്നു. ഇവരെ പ്രവാസ സാഹിത്യകാരന്മാരെന്ന് വിശേഷിപ്പിക്കില്ല. അങ്ങനെ വിശേഷിപ്പിക്കുന്നവര് ഞങ്ങൾ ചിലവരായിരുന്നു. കാരണം ഞങ്ങൾ മുഖ്യധാരയിൽ അന്ന് സീറ്റുള്ളവരായിരുന്നില്ല. അതുകൊണ്ടായിരിക്കും പ്രവാസ സാഹിത്യം എന്ന് പറഞ്ഞത്. എന്നെ സംബന്ധിച്ച് മുഖ്യധാര സാഹിത്യമുള്ളൂ. അതിൽ പ്രവാസത്തെ പറ്റി എഴുതുന്നവരുണ്ടാകാം, പ്രവാസികൾ ഉണ്ടാവാം എന്നുള്ളൂ. സമൂഹത്തിൽ പല വിഭാഗങ്ങളുണ്ടല്ലോ, വിഭാഗങ്ങളും ഉപവിഭാഗങ്ങളുണ്ട്. ഇപ്പം സ്ത്രീകളുടെ സാഹിത്യം, ദളിതരുടെ സാഹിത്യം എന്ന് പറയുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഉപവിഭാഗമാണ് മൈഗ്രൻസിൻ്റെ, പ്രവാസികളായിട്ടുള്ള ആളുകളുടെ സാഹിത്യം. കാരണം നമ്മൾ ഗൾഫിൻ്റെ തന്നെ അല്ലെങ്കിൽ മൊത്തം മലയാളി മൈഗ്രേഷൻ എടുത്താൽ മലയാളികളുടെ കുടിയേറ്റം കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള സാമൂഹികവും സാമ്പത്തികവുമായ സ്വാധീനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സാംസ്കാരിക സ്വാധീനം വളരെ ദുർബലമാണ്. എന്ന് മാത്രമല്ല, അത് വേണ്ട രീതിയിൽ പരിശോധിക്കപ്പെടുകയോ വിശകലനം ചെയ്യപ്പെടുകയോ പഠിക്കപ്പെടുകയോ
ഒന്നും ചെയ്തിട്ടില്ല. അതിന്റെ രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ അവിടെ വെച്ച് എഴുതുന്ന സാഹിത്യം മുഴുവൻ അവിടെ ഇരുന്ന് ഇങ്ങോട്ട് നോക്കിയിട്ടാണ്. മനസ്സിലായത്? നമുക്ക് അവിടെ വേറെ ഒരു ഭൂമികയുണ്ട്. യുഎയിൽ തന്നെ ഏകദേശം 190 രാജ്യത്തിൽ ഉള്ള ആളുകളുണ്ട്. അവിടെ ഉള്ള അറബ്സായ ആളുകളുണ്ട്. അവരുടെ ജീവിതമുണ്ട്, അവരുടെ സംസ്കാരമുണ്ട്. ഈ എല്ലാത്തിനും നേരെ കണ്ണടച്ച് പിടിച്ചിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിരുന്ന് എഴുതുക എന്ന് പറയുന്നതിൽ ഒരു കാപട്യമുണ്ട്, സത്യസന്ധതയില്ലായ്മയുണ്ട്. രണ്ട്, ഈ അകാലത്തിലാണ്. ആ കാലം വേറെയാണ്, ഇയാൾ തിരിഞ്ഞു നോക്കുന്നത്. അതായത് നമ്മള് നൊസ്റ്റി എന്ന് പറയുന്നത് ഗ്രഹാതുരത വളരെ മോശപ്പെട്ട ഒരു വികാരമാണ്, നമ്മുടെ ഒരു കള്ളത്തരമാണ് അത്. കാരണം അങ്ങനെയല്ല. അപ്പോൾ നിങ്ങൾ ജീവിക്കുന്ന നമ്മളെന്താണ് ഈ പുരാതന സാഹിത്യം പറയുകയല്ല, ജീവിക്കുന്ന സാഹചര്യത്തെ വെട്ടിവെച്ച് എഴുതുക എന്നുള്ളതല്ല. പക്ഷെ ആ പശ്ചാത്തലം എവിടെ, മനസ്സിലായില്ലേ? അങ്ങനെ ഒരു അന്വേഷണമാണ് ഞാനൊക്കെ അവിടെ എത്തുമ്പം തുടങ്ങി വയ്ക്കുന്നത്. ഞങ്ങളാണ് ഈ സ്പേസിലെ ഫോണ്ട് ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ 20 കൊല്ലത്തിന് മുമ്പ് എങ്ങനെയായിരിക്കും, അന്ന് ഇവിടെ വായന മരിച്ചു, ഭാഷ മരിച്ചു എന്നെല്ലാം ONV കുറുപ്പും സുഗതകുമാരിയും പ്രസംഗിക്കുന്ന കാല. ആ കാലത്ത് ഞങ്ങള് ഓൺലൈൻ ലിറ്റററി സാഹിത്യ കൾച്ചറൽ ജേർണൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്ന അതിന്റെ ഫോണ്ട് എങ്ങനെ തെറ്റില്ലാതെ വരാം. ഇന്ന് അത് ഇത്രയും ഫ്ലറിഷ് ചെയ്യുന്ന ആളുകള് ഇപ്പം എത്ര ആയിരം മലയാളികൾ ഈ ഒരു 30 സെക്കൻഡിൽ കമന്റ് അടിച്ചിട്ടുണ്ടാവും. അന്ന് ഞങ്ങൾക്ക് ഒരു പാരഗ്രാഫ് എഴുതാനുള്ള വല്ല പരിമിതിയുണ്ട്. ഞങ്ങള് ഒരു പേജ് എത്ര പ്രാവശ്യം കറക്റ്റ് ചെയ്യുന്നറിയോ? എന്തുകൊണ്ടാന്ന് ചോദിക്കുന്നത് കേരള ഫോണ്ട് അല്ലേ, മാധുരി സോഫ്റ്റ്വെയർ. അതിന്റെ ടെക്നോളജി തന്നെ ഭയങ്കര മാറ്റമുണ്ട്. ഞങ്ങളിപ്പോ അതിന്റെ എക്സിക്യൂഷൻ ലെവലിൽ വർക്ക് ചെയ്ത, ഇതിന്റെ ടെക്നിക്കൽ ലെവലിൽ വർക്ക് ചെയ്ത എത്ര ആളുകളുണ്ട്. നമ്മളെ വരമൊഴി ഒരുപാട് IT ആളുകൾ. നമ്മൾ ശരിക്കും അവരെ ഒന്നും ഇങ്ങനെ റെഫർ ചെയ്യുന്ന പോലും ഇല്ല. അവരൊക്കെ ഞാൻ പറയാം, യൂണിക്കോഡ് ഫോണ്ട് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ട്. ഇപ്പൊ നമ്മള് മലയാളത്തിൽ സെർച്ച് ചെയ്താൽ ഒരു സാധനം കിട്ടും. മുമ്പ് എന്ന് പറഞ്ഞാൽ മറ്റേ ദീപികയും മനോരമയാണ് ആദ്യം വന്നത്. അവരുടെ ഫോണ്ട് വേറെ ആയിരുന്നു. അത് ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് ആ ഫോണ്ടിന്റെ പടം അച്ചടിച്ച് വരുന്ന പോലത്തെ ഒരു ടെക്നോളജിയാണ്. യൂണിക്കോഡ് ഫോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ ഏതോ ഒരു ഏജൻസി ഉണ്ട്, അവര് സാർവത്രികമായിട്ട് എല്ലാ ഭാഷയ്ക്കും കൊടുത്തേക്കാണ്. അത് മലയാളം എടുക്കാൻ ആളുണ്ടായിരുന്നില്ല. അറബികള് SMS അറബിയിൽ ടൈപ്പ് ചെയ്യുന്ന കാലത്ത് നമ്മൾക്ക് മംഗ്ലീഷ് അടിക്കണമായിരുന്നു. മലയാളത്തിൽ നമുക്ക് യൂണിക്കോഡ് ഉണ്ടായില്ല. അതിന് ഈ വരമൊഴി ടീം, സിബു CJ ടീമൊക്കെ അതിന് ടൈപ്പ് ചെയ്യുമ്പോൾ അക്കാലത്ത് ഫോണ്ടിന്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എത്ര ശ്രദ്ധയുള്ള ഒരാള് അന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ, കാരണം യൂണിക്കോഡ് ഫോണ്ടൊന്നും ഒന്നില്ല, കുറെ മിസ്റ്റേക്ക് വരും. അങ്ങനെയാണ് ഈ ഫോണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ മണിയോട് ചർച്ച ചെയ്ത് തുടങ്ങിയത്. അപ്പൊ ഞാൻ മണിയോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഒരു ഇന്റർനെറ്റ് കൾച്ചറൽ, അങ്ങനെയാണ് 3ാം വട്ടം തുടങ്ങുന്നത്. ഞങ്ങൾ കണ്ട് 1 വർഷം കഴിയുമ്പോൾ അല്ലേ, ഏകദേശം 1 വർഷം കഴിയുമ്പോൾ 2001 2001 ഡിസംബർ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 2001 ജനുവരി 1 റിലീസ്. 2001 ഇപ്പൊ 24 വർഷം. അത് 10 വർഷം ഞങ്ങൾ ചെയ്തു. അപ്പൊ അതിലാണ് GCCയിലുള്ള, ഇപ്പം അതിൽ ബെന്യാമിൻ എഴുതിയിട്ടുണ്ട്, മുസഫർ എഴുതിയിട്ടുണ്ട്, അമേരിക്കയിൽ നിന്ന് ജയങ്കീസ് എഴുതിയിട്ടുണ്ട്, രാജേഷ് വർമ്മ എഴുതിയിട്ടുണ്ട്, TP വിനോദ് അന്ന് കൊറിയയിലാണോ ഇസ്രോയിലാണ്? കൊറിയയിലാണ്. പിന്നെ കാനഡയിൽ നിന്ന് നിർമ്മല എഴുതിയിട്ടുണ്ട്. അപ്പൊ കുറെ കൂടി ഈ ഗൾഫിലല്ലാത്ത കുറെ കൂടി ഈ ഒരു തേർഡ് സ്പേസിൽ വരുന്ന ശരിക്കും, അല്ലെങ്കിൽ നമുക്ക് വിദേശ മലയാളി എന്നൊക്കെ പറയാവുന്ന ആ രീതിയിലെ ഒരു കൾച്ചറൽ സാധനങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ജേണല് വരുന്നത് അപ്പോഴാണ്. ശരിക്കും മലയാളത്തിലെ ഈ പ്രവാസം എടുത്തില്ലെങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ ലിറ്റററി ജേണലായിരുന്നു. പക്ഷെ അതിന് 1 വർഷം മുമ്പ് സച്ചിമാഷ് എഡിറ്റ് ചെയ്ത ഗൾഫിൽ നിന്നുള്ള 6 കവികളുടെ ഒരു സമാഹാരം, അതിന്റെ പേരായിരുന്നു. അത് ഒരുപാട് സ്വീകരിക്കപ്പെട്ട പുസ്തകം. അപ്പൊ ഞങ്ങൾ അതിനെ കോപ്പി ചെയ്യുമായിരുന്നു. അതിന്റെ ഡൊമൈൻ കിട്ടുമോ എന്ന് അന്വേഷിക്കുമായിരുന്നു. അതില് അസ്മ പുത്തഞ്ചിറ ഉണ്ടായിരുന്നു, കരുണാകരൻ ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, ലാസർ ഡിസിൽവ, കുവൈറ്റിൽ നിന്ന് വേറെ ലാസർ ഡിസിൽവ ഉണ്ടായിരുന്നു, TP അനിൽകുമാർ ഉണ്ടായിരുന്നു, അനൂപ് ചന്ദ്രൻ ഉണ്ടായിരുന്നു.
പ്രധാനപ്പെട്ട കവി റാംമോഹനാണ്. റാംമോഹൻ പാലിയത്തുണ്ട്. കാരണം ഇപ്പോൾ ഉള്ള യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കാൻ വരുന്ന മൈഗ്രേഷന്റെ മൊഡ്യൂളിൽ റാംമോഹന്റെ പേരേ ഇല്ല. പക്ഷെ ഈ മൈഗ്രേഷനിൽ വളരെ ഇപ്പൊ നമ്മള് മേതിലില്ല, അല്ലെങ്കിൽ അയ്യപ്പ പണിക്കർ, അമേരിക്ക ജീവിച്ച അയ്യപ്പ പണിക്കരില്ല, അല്ലെങ്കിൽ ആഫ്രിക്കയിൽ ടാൻസാനിയയിൽ ജീവിച്ച എം നന്ദകുമാറില്ല എന്ന് പറയുന്ന പോലെ തന്നെ വളരെ മലയാളത്തിലെ മാത്രമല്ല 90കളിലെ വളരെ പ്രധാനപ്പെട്ട കവിയാണ് റാംമോഹൻ പാലിയത്ത്. അയാളുടെ പ്രശ്നം അയാൾ ഇതുവരെ കളക്ഷൻ ഒരു സമ്മാനം പോലും പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ തന്നെ ഇടയ്ക്കൊക്കെ ചില പ്രത്യേക മൂഡിൽ തന്നെ റാംമോഹന്റെ ദില്ലിയിൽ എന്നുള്ള കവിത ഇങ്ങനെ ഓർക്കും. എന്തു തിന്നുന്നു അതാണു നാം എന്നുള്ള ചൊല്ലു നേരെങ്കിൽ ആലുവും റൊട്ടിയും എരുമപ്പാലുമാണു നാം ചാവലാഭേദമെന്നോതുന്നു ചങ്ങാതി. പ്രധാനപ്പെട്ട കവിതയാണത്. അത് ഈ ഉമർത്തടമേല് എഡിറ്റ് ചെയ്ത ഡയസ്പോറയിൽ ആ കവിതയുണ്ട്. നമ്മൾ മൂന്നാമിടം എന്ന വെബ് ജേണലിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഗൾഫ് പ്രവാസ സാഹിത്യത്തെക്കുറിച്ച് എഴുതിയൊരു ലേഖനത്തിൽ മുസഫർ അഹമ്മദ് പറയുന്നുണ്ട്, ഈ സ്വകാര്യമായി എഴുതിയ കത്തുകളിലൂടെയാണ് പ്രവാസ സാഹിത്യം ആരംഭിക്കുന്നത്. അതേപോലെ തന്നെ എസ്.എ. ജമീലിൻ്റെ കത്തുപാട്ട് വെച്ചിട്ട് അതിൻ്റെ ഒരു പ്രാരംഭമായിട്ട് കണക്കാക്കി തുടങ്ങാമെന്നുള്ളത്. അപ്പം ഈ കത്തുകളിൽ നിന്ന് വെബ് ജേണലിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഈ സാങ്കേതികതയുടെ ആശയവിനിമയ സാങ്കേതികതയുടെ മാറ്റം പ്രവാസ സാഹിത്യത്തെ, സാഹിത്യകാരന്മാരെ വളരെയേറെ തുണച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ മൂന്നാമിടം എന്ന് പറഞ്ഞ ഒരു വെബ് ജേണലിലേക്ക് വരുമ്പോൾ അത് പ്രവാസ സാഹിത്യത്തിൽ എന്ത് പരിണാമമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? മൂന്നാമിടത്തിന്റെ മോട്ടോ തന്നെ ഡയലോഗ് ബിറ്റ്വീൻ കൾച്ചേഴ്സ് ആയിരുന്നു അല്ലേ? കൾച്ചറൽ സ്പേസ് ഇൻ വെബ്. ആദ്യമായിട്ട് അറബികൾക്ക് നമ്മൾ മലയാളികൾക്ക് എഴുത്തുണ്ടെന്നോ എഴുത്ത് വായന ചിത്രം വര ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് എനിക്ക് തോന്നുന്നു അപ്പൊ തൊട്ടാണെന്ന് തോന്നുന്നു. അതിനു മുമ്പ് അവര് നമ്മളെ കണ്ടേക്കുന്ന ഒരു കാഴ്ചപ്പാട് വേറെയായിരുന്നു. ഇപ്പൊ ഷിഹാബ് ഖാനിം എന്ന് പറഞ്ഞ കവിയില്ലേ, എല്ലാ നമ്മുടെ മലയാളം പരിപാടികൾക്കും ആളുണ്ടാവും. ആളുടെ കവിത നമ്മുടെ 2ാമത്തെ ലക്കത്തിലാന്ന് തോന്നുന്നു. 3 കവികളുടെ കവിത റാംമോഹനാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം ഇടയ്ക്ക് നമ്മളവിടെ അറബ് മലയാളം മുഷാഹിര നടത്താറുണ്ട്. അറബ് കവിയും മലയാളം കവികളും പിന്നെ ഇന്ത്യൻ കവികളും ഉണ്ടെന്ന് തോന്നുന്നു വെച്ച് നടത്താറുണ്ട്. അന്നാണ് അവർക്ക് ഈ സാംസ്കാരിക ഇടം മലബാറികൾക്ക് ഉണ്ട് എന്ന് മനസ്സിലാണത്. അവർക്ക് നമ്മളെ പറ്റിയുള്ള പിക്ചർ ഭയങ്കര വ്യത്യാസമായിരുന്നു അന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു മുഷാഹിരി കഴിഞ്ഞിട്ട് ഈ ഷിഹാബ് ഖാനിമും അവിടെ ഒരു ചിത്രകാരൻ ഉണ്ടായിരുന്നില്ലേ, അവര് 3 പേര് ഞങ്ങള് സർജന്റെ വീട്ടിലേക്ക് വരേണ്ടത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു, ഭക്ഷണം കഴിക്കാൻ വരേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് പെട്ടെന്ന് ഇവര് വരുമ്പോ ഇവരെ സൽക്കരിക്കണ്ടേ, എന്നിട്ട് അവിടുത്തെ ഈ ഒരു അറബ് ഡമാസ്കസ് എന്ന് പറഞ്ഞ സിറിയൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടുന്ന് മൊത്തം ഫുഡൊക്കെ ഓർഡർ ചെയ്തു. എന്നിട്ട് ഇവരെത്തുന്നതിന് മുമ്പ് നമ്മൾ ഓടിപ്പാഞ്ഞെത്തി എല്ലാം ഇതാക്കി വെച്ചു. പക്ഷെ അവര് വന്നിട്ട് അവർക്ക് അത് ഭയങ്കര ദേഷ്യം, നിങ്ങളുടെ ഫുഡ് കഴിക്കാനാണ് വന്നതെന്ന് പറഞ്ഞ അടുക്കളയിലൊക്കെ പോയിട്ട്. അതായത് അവർക്ക് നമ്മളുടെ ജീവിതം എന്താണെന്ന് അവർക്കറിയില്ല. അവർക്കറിയുന്ന മലബാറേക്ക് വേറൊരു ചായയായിരുന്നു. അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കിയതാണ്. നേരത്തെ സർജു പറഞ്ഞ പോലെ പ്രവാസ സാഹിത്യക്കാൾ ഉപരി അന്ന് ആരോ ചോദിച്ച പ്രസക്തമായ ചെയ്ത് നിങ്ങൾക്കൊരു അറബ് കൂട്ടുകാരുണ്ടോന്ന്. ഒരു മലബാറിക്ക് ഒരു അറബി കൂട്ടുകാരില്ല. ഫ്രണ്ട് എന്ന് പറഞ്ഞ ഒരു സങ്കല്പം അന്നുണ്ടായിരുന്നില്ല. ഒരു കൂട്ടുകാരനായിട്ട് ഒരു അറബിയെ കാണാൻ മലയാളിക്ക് അന്ന് സാധിക്കുമായിരുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സ്പേസാണ്, അങ്ങനത്തെ ഒരു ഇതാണ് മൂന്നാമിടം ഉണ്ടാക്കിയത്. ഈ സാഹിത്യത്തെക്കാൾ ഉപരി ഇങ്ങനെ ഒരു സാധനമാണ് ഉണ്ടാക്കിയത്. ഒന്നാമത്തെ ഇതിൽ ഏറ്റവും ബേസിക്കായ പോയിന്റ്, നമ്മളൊരു അറബിയായിട്ട് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഒരു യൂറോപ്യൻ രാജ്യത്ത് അല്ലെങ്കിൽ ജർമ്മനിയിൽ അവിടെ ഒരാളെ പരിചയപ്പെടുമ്പം അതിനെ എസ്പെഷ്യലി നമ്മൾ ഗൾഫിൽ പോയിട്ടുള്ള ആളുകളെ ഇയാളെ എങ്ങനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എനിക്കൊരു ഉന്നതി ഉണ്ടാക്കാം, മനസ്സിലായത് എത്രയും പെട്ടെന്ന് അയാളെ സ്പോൺസർ ആക്കുക എന്നുള്ളത് അതിനുള്ള ശ്രമങ്ങളാണ് നടത്തുക. ഇവരുമായിട്ട് സാമ്പത്തിക ബന്ധവും അതിന്റെ വിധേയത്വം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ സാംസ്കാരികം ഒന്നും സാധ്യമല്ല. അതെ, അതാണ് അതിന്റെ ബേസിക് പോയിന്റ്.
അപ്പൊ നമ്മളൊക്കെ ശ്രദ്ധിച്ചത്, ഇപ്പൊ എൻ്റെ ഒന്നും വീട്ടിൽ നിന്ന് ഒരാൾ പോലും ഗൾഫിൽ വന്നിട്ടില്ല. ഞാൻ 30 വർഷമായി ഗൾഫിൽ എന്ന് പറയുമ്പോൾ മനസ്സിലായി. അപ്പൊ നമ്മളുടെ നമ്പർ ഓഫ് അറബ് റൈറ്റേഴ്സുമായിട്ട് നമുക്ക് സൗഹൃദം ബന്ധങ്ങൾ, അത് സാംസ്കാരിക സൗഹൃദം മാത്രമാണ്. മനസ്സിലായില്ലേ? അതിൽ എവിടെയെങ്കിലും സാമ്പത്തിക, അത് ഞങ്ങൾ എല്ലാവരും സ്വീകരിച്ചൊരു സംഗതിയാണ്. ഡെലിബറേറ്റ് ആയിട്ട്, വളരെ മനഃപൂർവ്വമായിട്ട് ആണ് നമ്മൾ അവിടെ ഒരു ബിസിനസിന്റെയോ കച്ചവടത്തിന്റെയോ പബ്ലിക് റിലേഷന്റെയോ ആ സാധനത്തെ മാറ്റി വെച്ചുകൊണ്ട് മാത്രമേ ഇത് നിർമ്മിക്കാൻ പറ്റൂ. പിന്നെ കൂട്ടായ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇൻഡോ അറബ് ഫെസ്റ്റിവൽ പോലൊക്കെ, അത് 2007 അത് ഹോസ്റ്റ് ചെയ്യുന്നത് UAE അറബ് റൈറ്റേഴ്സ് യൂണിയനും അബുദാബിയിലെ കേരള സോഷ്യൽ സെന്ററും. അന്ന് ഞാൻ കോർഡിനേറ്റ് ചെയ്ത്. ഈ സ്പേസിൽ മാത്രമല്ല, ഇപ്പം സൈബർ സ്പേസിൽ മാത്രമല്ല, സൈബർ സ്പേസിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ അത് സോഷ്യലായും അവിടെ ചെയ്തിരുന്നു. അങ്ങനെയാണ് ഇപ്പം എന്നോട് മാതൃഭൂമി എന്ന് നൗഷാദ് ചോദിക്കുക ചെയ്തത്, അറബ് കവിതകളുടെ ട്രാൻസ്ലേഷൻ അത് സമാഹരിക്കാവോ എന്നുള്ളത്. അപ്പം ഞാൻ തോന്നുന്നു അത് നമ്മൾ അബുദാബിയിലെ ലൈബ്രറി ഗംഭീര ലൈബ്രറിയാണ്. ഒരു 10-60 ഇന്റർനാഷണൽ ജേർണൽസ് മാത്രം വരും. പിന്നെ ഞാൻ വായിച്ച നമ്മുടെ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്ന കവികളുണ്ടാവും. അപ്പൊ നമ്മളത് അയാളെ നോട്ട് ചെയ്ത് ആ ജേർണൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല, ബുക്സ് എടുക്കാം, പക്ഷെ ജേർണലിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് അത് കൊണ്ടുപോയി പിന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഈ ഒരുപാട് റിലേഷനൊക്കെ ഉണ്ടാക്കി എടുത്തു. അപ്പൊ അങ്ങനെയാണ് അതിൽ 100 പേര് വരുന്നത്. അതൊരു 10 വർഷം കൊണ്ടുള്ള ട്രാൻസ്ലേഷൻ, 100 കവികൾ എന്ന് പറഞ്ഞത്. അപ്പൊ ഒരു 10 വർഷത്തെ നമ്മുടെ വായനയും, ഇതിൽ കുറച്ച് കവികളോട് നമുക്ക് പരിചയം വരും, അവർക്ക് നമ്മളോട് റിലേഷൻ വരും. അങ്ങനെയാണ് അത്തരം ഒരു ഇന്ററാക്ഷൻ പിന്നീട് കുറെ കൂടി വിപുലമാവാൻ തുടങ്ങിയിട്ടുണ്ട്. അവർ പിന്നീട് അന്വേഷിക്കും. എനിക്ക് തന്നെ ആ പ്രോജക്റ്റുകൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, കാരണം അതിൽപ്പെട്ട പല കവികളും അവരുടെ സിംഗിൾ ട്രാൻസ്ലേഷന് താല്പര്യമുള്ളവരായിരുന്നു. സിംഗിൾ പുസ്തകം വന്നിട്ടുള്ളത് ഷിഹാബ് മാത്രമേ ഉള്ളൂ. DC ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. പക്ഷെ അതിൽ ഒരുപാട് പേർക്ക് അവരുടെ പുസ്തകം ഒറ്റ പുസ്തകം വരാനൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കണ്ടിന്യൂ ചെയ്യാവുന്ന പ്രോജക്റ്റുകളാണ്. അതേസമയം തന്നെ ഈ പ്രവാസത്തിൻ്റെ ഒരു അനുഭവ തലത്തെ മാറ്റാൻ ഈ സാങ്കേതികവിദ്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ഏകാന്തതയുടെ തീവ്രതയെ കുറേയൊക്കെ ഇവിടെ ലഘൂകരിക്കാനൊക്കെ ഈ ഒരു നവമാധ്യമങ്ങളുടെ നിരന്തരമായിട്ടുള്ള ഇൻസ്റ്റൻറ്റ് കമ്മ്യൂണിക്കേഷനിലൂടെയൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രവാസം എന്നുള്ള അനുഭവത്തിന്, ഇപ്പോൾ ഈ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു നോട്ടത്തിന് അപ്പുറത്തേക്ക് പോകാനൊക്കെ ഉള്ളൊരു സാധ്യത കൂടിയായിട്ടത് മാറിയിട്ടില്ലേ? തീർച്ചയായിട്ടും. ഇത് എല്ലാവരുടെയും ഈ നമ്മളത് പറഞ്ഞ പ്രവാസ എഴുത്ത് അല്ലെങ്കിൽ നേരിട്ടുള്ള പ്രവാസം അങ്ങനെയല്ല സംഭവിക്കുക. ഈ പറയുന്ന അനുഭവതലം നേരിട്ട് വരികയല്ല, മനസ്സിലായി. അത് പലതരം. ഇപ്പം നന്ദകുമാറിന്റെ വായില്ലാക്കുന്നിലപ്പനിലൊക്കെ തന്നെ ഞാൻ വായിക്കുമ്പോൾ അതിൽ ഒരു വിദേശ ജീവിതത്തിന്റെ വേറെ ഒരുപാട് സ്വാധീന തലങ്ങളുണ്ട്. പക്ഷെ അതൊന്നും പ്രത്യക്ഷമല്ല. അത് മേതിലൊരിക്കലും ഈ വളരെ കുറച്ച് കഥകളിലെ എങ്ങനെ ഒരു പഴുതാരയെ കൊല്ലാം, അത് വളരെ കുറച്ച് കഥകളിലെ ചില നാമമാത്രമായ സൂചനകളെങ്കിലും ഉള്ളൂ, മനസ്സിലായില്ലേ. മേതിലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എഴുത്തിന്റെ ഭൂമിയെ തന്നെ ഉപേക്ഷിക്കുന്നു എന്നുള്ളത്. അത് ഒരുപാട് പേരിലുണ്ട്. ഇപ്പൊ നമ്മള് മേതിൽ രാധാകൃഷ്ണനും MD വാസുദേവൻ നായരും പാലക്കാട്ടുകാരൻ. ഇവർ രണ്ടിന്റെയും ഉള്ള വ്യത്യാസം, MDയുടെ അടിത്തറ എന്ന് പറയുന്നത് വളരെ റീജിയണലാണ്. പക്ഷെ മേതിലിന്റെ എഴുത്തിൽ നിങ്ങൾക്ക് പാലക്കാടോ കേരളമോ ഇനിയിപ്പം ഒരു അല്ലെങ്കിൽ കൊലാലംപൂരോ ഈ അന്തർദേശീയമായി പോലും ഇന്ത്യക്ക് പുറത്തും ഒരു സ്പേസിനെ സ്പെസിഫൈ ചെയ്യാത്ത, നമുക്ക് ഒരു പടി മുന്നിൽ നിൽക്കുന്ന, അങ്ങനെയാണ് പേഴ്സണലി ഞാൻ തന്നെ റീഡ് ചെയ്യാം കേട്ടോ. ഈ നമ്മുടെ സോക്കാളുടെ, ഞാൻ മണിയോട് എപ്പോഴും പറയും കഥ വിടൂ എന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ ഉള്ള കഥ വേണ്ട, അങ്ങനത്തെ ഉള്ള ഒരു എഴുത്ത്. അതുകൊണ്ടാണ് നമ്മളിപ്പം നമ്മളവിടെ നടത്തിയ ഒരു വലിയ ശ്രമം എഴുതപ്പെട്ട സാധനത്തെ വായിക്കുകയും അതിനെ ഒന്നുകൂടെ അവിടെയുള്ള നമ്മൾ എഴുതാൻ ശ്രമിക്കുക. നമുക്ക് എഴുതാൻ ഏതൊരു എഴുത്തുകാരനും അയാളുടെ സാധ്യതയും പരിമിതിയുണ്ട്. പക്ഷെ എഴുതപ്പെട്ട വലിയ വാക്കുകൾ വലിയ എഴുത്തുകാർ വായിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ അയാളെ തിരിച്ചറിയുന്നില്ല. ഇപ്പം മേതിൽ ഈ അറബ് ഫെസ്റ്റിവലിന് UAE വന്നത്, മേതിൽ എന്നോട് പറഞ്ഞു എന്റെ എല്ലാം പ്രസിദ്ധീകരിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് വന്നേക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞങ്ങള്
പല പ്രസാദകരുമായിട്ട് സംസാരിച്ചു. നമ്മൾ DC ആയിട്ട് ചോദിച്ചു. അപ്പോൾ അവർക്ക് പറഞ്ഞു ഇങ്ങനെ വിറ്റു പോകുന്നില്ല എന്ന് പറഞ്ഞു. സൂര്യവംശം കെട്ടിക്കിടക്കുമെന്നാണ് അനൂപാണ് സംസാരിച്ചത് പറഞ്ഞത്. അപ്പോൾ എന്താണ് അവരുടെ പ്രശ്നം? അപ്പോൾ അവരുടെ പ്രശ്നം സാമ്പത്തികമാണ്. നമ്മൾ പറഞ്ഞു സാമ്പത്തികം ഞങ്ങൾ തന്നാൽ നിങ്ങൾക്ക് ചെയ്യാം. അവർ പറഞ്ഞു ചെയ്യാം. അങ്ങനെയാണ് മേതിലിൻ്റെ കവിതകളുടെ കംപ്ലീറ്റ് കളക്ഷൻ വരുന്നത്. അത് ഞങ്ങൾ DC-ക്ക് അതിൻ്റെ പൈസ കൊടുക്കുകയും, പക്ഷെ അതിൽ തമാശ എന്ന് പറഞ്ഞാൽ പുസ്തകം ഇറക്കി 6-ാം മാസം ഞങ്ങൾ കൊടുത്ത കാശ് നിശ്ചയിച്ചു. അത്രയ്ക്ക് പുസ്തകം വിറ്റുപോയി. ഒരു വർഷം 6 മാസത്തിനുള്ളിൽ അത് ഞങ്ങൾക്ക് പ്രസാധന രംഗത്തേക്ക് കടക്കാനും അതൊരു ബിസിനസ്സായി നടത്താനും താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ മേതിൽ വെച്ച് തന്നെ നന്നായി പൈസ ഉണ്ടാക്കാൻ സാധ്യത. അപ്പൊ ഇവിടുത്തെ പബ്ലിഷിംഗ് ഹൗസിന്റെ എഡിറ്റേഴ്സിന് വളരെ പരിമിതികളുണ്ട്. അല്ലെങ്കിൽ അവർ പറയത്തില്ലല്ലോ ഞങ്ങളോട്. ഞങ്ങൾക്കറിയാം മേതിലിന് റീഡേഴ്സ് ഉണ്ട്. ഞങ്ങൾ ആ ഒരു 50,000 ഇന്ത്യൻ റുപ്പീസാണ് ഞങ്ങൾ 5-6 പേര് ചേർന്നത് കൊടുത്തത്. വേറെ മേതില് ഈ റൈറ്റ് തന്നു എന്ന് പറഞ്ഞില്ലേ, ആള് പറഞ്ഞ ഞങ്ങളുടെ ഒരു മീറ്റിംഗിലായിരുന്നു. അത് ആര് വായിക്കാൻ DC അവര് പറഞ്ഞ പോലെ തന്നെ പറഞ്ഞ ആർക്കും അതൊന്നും ആവശ്യമില്ല, ചവറ് ഞാൻ അതൊക്കെ വിട്ടു. അപ്പൊ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ പ്രസിദ്ധീകരിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞു ഞാൻ കവിതയുടെയും കഥയുടെയും ലേഖനങ്ങളുടെയും സമ്പൂർണ്ണ റൈറ്റ് പേപ്പർ എടുത്തോണ്ട് എഴുതിരാന്ന് പറഞ്ഞു. അതിലെ ആള് പറഞ്ഞത് പ്രൊവൈഡഡ് എന്റെ കഥാസമാഹാരം സമ്പൂർണ്ണ ഇറക്കുകയാണെങ്കിൽ സർജു അതിൽ പഠനം എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സച്ചിമാഷിന്റെ കവിതകളുണ്ട്. കാരണം ഈ യാത്രകളുണ്ട്, ഈ ഒരുപാട് മിക്കവാറും എല്ലാ പല ലോകം പല കാലം അങ്ങനെയുള്ള പുസ്തകങ്ങളുണ്ട്. പിന്നെ എല്ലാ രാജ്യത്തും ഉള്ള ഇപ്പം ചൈനീസ് അനുഭവത്തിന്റെ അല്ലെങ്കിൽ അമേരിക്കൻ അല്ലെങ്കിൽ സിറിയൻ അനുഭവത്തിന്റെ ആ രാജ്യത്ത്, അതാ ഞാൻ ആദ്യം പറഞ്ഞത് താൽക്കാലികമായ ജീവിതം, ഇപ്പൊ ഒരു സന്ദർശനത്തിന്റെ ഒരു അനുഭവം, അത് നമ്മുടെ മലയാള കവിതയിലേക്ക് സച്ചിമാഷ് വലിയൊരളവിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഓരോ സ്ഥലത്തെയും ആ ഭൂമികയിൽ നിന്നിട്ടുള്ള ഒരു നേരിട്ടുള്ള അനുഭവം. പക്ഷെ സച്ചിമാഷിന്റെ ഇപ്പം ദില്ലി എന്നുള്ള, പിന്നെ റമോന്റെ കവിത പറയുന്നത് സച്ചിമാഷിന്റെ ദില്ലി വാലിക്ക് മുമ്പുള്ള കവിത. അപ്പം ദില്ലി ബേസ് ചെയ്ത് തന്നെ അയ്യപ്പന്റെ കവിതയുണ്ട്. അപ്പം ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ വെച്ചിട്ടുള്ള അത് ഇവനെക്കുടിയിൽ കുറെ കൂടി വിപുലമായിട്ടുണ്ട്. ഇപ്പം മലയാളത്തിന്റെ ആ ഒരു ഭൂമികയെ ഒന്ന് മാറിയിട്ട് ഇപ്പം കടമ്മനിട്ടയുടെ അപ്പം അതില് ആ കവിത സംഭവിക്കുന്നത് ട്രെയിനിൽ വെച്ചാണ്. അതായത് ഗുജറാത്തിൽ നിന്ന് കേരളത്തിലേക്ക് വരുമ്പോഴുള്ള, അപ്പൊ അവിടുത്തെ അതിന്റെ ഭൂമിക എന്ന് പറയുന്നത് ട്രെയിനാണ്. നമ്മുടെ ആ മലയാളി ഭൂമികയെ മൂവ് ചെയ്യാണ്, പുള്ളി ഒന്ന് ചലിപ്പിക്കുകയാണ്. മനസ്സിലായില്ലേ? ആ ഒരു ഷേക്കിൽ നിന്നാണ് അങ്ങനെ സാധനം എഴുതുന്നത്. അപ്പൊ അവിടെ ആ ക്രാഫ്റ്റ് ഉപയോഗിക്കുന്നത് ഭയങ്കര ബ്രില്യൻ ക്രാഫ്റ്റാണ്. കാരണം അതൊരു ഷേക്കിംഗ് ഭൂമിക നിന്നുകൊണ്ടാണ് ആ കവിത പിന്നെ വർക്ക് ചെയ്യുന്നത്. ആ കവിതയുടെ ട്രാൻസ്ലേഷൻ കടമ്മനിട്ടയുടെ അറബിക് ട്രാൻസ്ലേഷൻസ് അബുദാബി ബുക്ക് ഫെയറിൽ അവതരിപ്പിച്ചായിരുന്നു. അത് ഷിഹാബ് ഖാനായിരുന്നു മോഡൽ. ഇങ്ങനെ കടമ്മനിട്ട മലയാളവും ഇംഗ്ലീഷും വായിക്കും, ഷിഹാബ് ഖാനോ അതിൻ്റെ അറബ് വായിക്കും. ഞാനായിരുന്നു ആ സെക്ഷനിൽ മോഡറേറ്റർ. വായിച്ച് കഴിഞ്ഞ് ഭയങ്കര കയ്യടിയായിരുന്നു. അപ്പോൾ ആ ലെവലില് കവിത കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് ശരിക്കും എനിക്ക് എത്രമാത്രം ഒരു ഇന്റർനാഷണൽ ഓഡിയൻസിന് മുമ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. സച്ചി മാഷിന്റെ ഒക്കെ കവിതകള് അറബിയിൽ വരുന്നത് അങ്ങനെ ഒരു ഈ കവിത വായന കൂട്ടത്തിൽ ഷിഹാബ് ഖാനും വായിക്കുമ്പോഴാണ് ഒരാൾ ചോദിക്കുന്നത് ഇതെന്തുകൊണ്ട് പുസ്തകം ആയിക്കൂടാന്നുള്ളത്. അപ്പൊ ആ പുള്ളിയാണ് അയാള് ദുബായിലെ ഒരു അറബ് ക്രിട്ടിക്കാണ്, പുള്ളിയാണ് സ്പോൺസർ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയുള്ള ചെറിയ ക്രൗഡിലാണ് സാഹിത്യം. അവർക്ക് അതുകൊണ്ട് തന്നെ നമ്മളുമായിട്ടൊരു കൾച്ചറൽ ഇന്ററാക്ഷൻ വരുമ്പോൾ നമ്മുടെ കൾച്ചറൽ ക്രൗഡ് എന്ന് പറയുന്നത് അതിന് എത്രയോ മടങ്ങാണ്. ഈ മലയാളി അസോസിയേഷനിൽ സംഘടനകളിൽ വരുന്ന ആളുകൾ എന്ന് പറയുന്നത് അവർ ഭാവന ചെയ്യുന്നതും അല്ലെങ്കിൽ അവർക്ക് കണ്ട് ശീലിച്ചതിനപ്പുറത്തുള്ള, അപ്പൊ അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് ഈ പക്ഷെ അതിന് നമ്മളൊരു കൂടാതെ ഈ ഷാർജ ബുക്ക് ഫെസ്റ്റ് ഇല്ലേ, ബുക്ക് ഫെസ്റ്റ്, അത് മലയാളം സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഭീകര ക്രൗഡും ബാക്കിയുള്ളത്. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പോയിട്ട് ഷാർജ ബുക്ക് ഫെസ്റ്റിവലിന് ആരുമില്ലാത്ത
ആ ഡയാന മരിച്ച വർഷം ഞാൻ പോയിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഒരു പുസ്തകം ഡയാനയുടെ വാങ്ങിയിട്ടുണ്ട്. അന്നൊക്കെ ഇതെന്ന് പറഞ്ഞാൽ ആരും ഇല്ലാത്ത 3-4 കൂടാരങ്ങളായിരുന്നു. അതെന്താ വെച്ചാൽ അവിടുത്തെ ബുക്ക് ഫെയറുകളെല്ലാം അറബ് ബുക്ക് ഫെയർ ആയിരുന്നു. അറബ് ബുക്ക് ഫെയർ നമ്മളുടെ ഒരു ഇന്ററാക്ഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഈ അറബ് ബുക്ക്, അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് മണി പറഞ്ഞത്. അറബ് ബുക്ക് ഫെയറുകളെല്ലാം ഇന്റർനാഷണൽ ബുക്ക് ഫെയർ ആയി. ഞാൻ അവിടെ DC-യിൽ പിന്നെ പബ്ലിഷിംഗ് മാനേജറായിരുന്ന രാജേഷിനും ശ്രീകുമാറിനും, പിന്നെ രാജേഷ് മരിച്ചുപോയി, ശ്രീകുമാർ പിന്നെ രാജേഷ് പുറത്തുപോയി, ശ്രീകുമാറിനും ഒക്കെ അവിടുത്തെ പിന്നെ ബുക്ക് മാർക്കറ്റിനെയും അവിടെ എൻ്റർ ചെയ്യേണ്ടയും അതിൻ്റെ സാധ്യതകളെയും മിനി പ്രോജക്റ്റുമായിട്ട് 4-5 വർഷം തുടർച്ചയായി എഴുതുകയും ഓരോ വർഷവും ശ്രീകുമാർ അത് DC ആയിട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്, നമ്മൾ എൻ്റർ ചെയ്യും. അങ്ങനെ അവർ എൻ്റർ ചെയ്യുന്നത് 2006 മറ്റോ ആണ്. അപ്പം കമറുദ്ദീൻ ആമയം, ഞാൻ, അഷ്റഫ് പെങ്ങാട്ടയിൽ, ഈ 3 പേര് അബുദാബി എയർപോർട്ടിൽ ചെന്നാണ് DC-യുടെ 2 എഡിറ്റർമാരെയും അവരുടെ സന്നാഹങ്ങളെയും സ്വീകരിക്കുന്നത്. അബുദാബി ഫസ്റ്റ് ബുക്ക് ഫെയറിലാണ് ഫസ്റ്റ് എൻട്രി അവർ. അപ്പോൾ അവിടെ എന്തൊക്കെയാ അവർക്ക് ചെയ്യേണ്ട സഹായങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുത്തു. ഈ നവംബറിലാണ് ഈ അബുദാബി ബുക്ക് ഫെയർ, April March ഒക്കെ, അവിടുത്തത് നവംബറിലാണ്. പിന്നെ നമ്മൾ അവരോട് പറഞ്ഞ് അവർ നവംബറിൽ ഷാർജ ബുക്ക് ഫെയറിൽ എൻട്രി ചെയ്തു. അപ്പോൾ അവിടുത്തെ മലയാളി സാധനം വളരെ പരിമിതം. അപ്പം നമുക്ക് എന്തുകൊണ്ടാണ് തോന്നുന്നത്, നമ്മൾ അവിടുത്തെ ബുക്ക് ഫെയറിന് പോകുന്നു, അവിടെ ഇത്രത്തോളം മലയാളികളുണ്ട്, മലയാളി പുസ്തകം കാണാൻ പോലും ഇല്ല. പിന്നെ ഉള്ളത് ഇസ്ലാമിക് പബ്ലിക്കേഷൻസിന്റെ അവരുടെ ഒരു നാമമാത്രമായ പ്രസൻസ് ആണ്. ഇത്രയും വലിയ ക്രൗഡും ഇത്രയും, പിന്നെ നമ്മൾ ഇത് എപ്പോഴാണ് നടപ്പിലാവുന്നതെന്ന് വെച്ചാൽ നമുക്ക് പരിചയമുള്ള അറബ് റൈറ്റേഴ്സുമായിട്ട് നമ്മൾ ഇതെന്തിനും സംസാരിക്കുകയും അവരെ ഇത് മനസ്സിലാക്കിപ്പിക്കുകയും അവർ പോളിസി ഡിസിഷൻ എടുക്കുകയും വേണം. ഈ മലയാളിക്ക് അല്ല ഇന്ത്യക്കാരന് അറബ് ബുക്ക് ഫെയറിനെ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ ആക്കാൻ നമുക്ക് ആ റോളും ഇല്ല. പക്ഷെ അവിടുത്തെ റൈറ്റേഴ്സിന് റോളുണ്ട്, അവർക്ക് അതിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അങ്ങനെ അവർ പറഞ്ഞാണ് ഈ സാധനങ്ങൾ മാറുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രവാസത്തിന്റെ ഒരു പശ്ചാത്തലം ശരിക്കും മലയാള സാഹിത്യത്തിന് ഒരു വലിയ ആഗോളപരമായ പ്രമേയ സാധ്യതകൾ തുറന്നു കൊടുക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആഗോള സാധ്യതയിലേക്ക്, പ്രമേയ സാധ്യതകളിലേക്ക് ഈ പ്രവാസം നമുക്ക് ഒരു വാതിൽ തുറന്നു തരുന്നില്ലേ? തീർച്ചയായും 200% ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ നാട്ടിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടത്തിനപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു നമുക്കിനി പ്രവാസ സാഹിത്യത്തിൽ മുന്നോട്ട് സഞ്ചരിക്കാൻ ഉള്ളൊരു ഇടം അതാണെന്നാണ് എനിക്ക് എൻ്റെ ഒരു വായനയിൽ നിന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം. അതിൽ കൗതുകകരമായൊരു കാര്യം, നമ്മുടെ അനിൽ ദേവസിയുടെ ഒരു നോവല് DC അവാർഡ് കിട്ടിയത്, സോണിയ റഫീഖിന് കിട്ടിയത്. അയ്യോ പേര് ഞാൻ പറഞ്ഞത്. അതില് ഒറ്റ മലയാളി ക്യാരക്ടർ ഇല്ല. ഒറ്റ മലയാളി ക്യാരക്ടർ ഇല്ലാത്ത മലയാള നോവല് അതാണെന്ന് തോന്നുന്നുണ്ട്. ഒറ്റ മലയാളി ക്യാരക്ടർ ഇല്ല. അതോടൊപ്പം തന്നെ ഈ സാംസ്കാരികപരമായിട്ടുള്ള ഇടകലർച്ചകൾ, ഇപ്പോൾ നമുക്ക് കേരളത്തിൽ നിന്ന് സങ്കല്പിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പല രാജ്യങ്ങളിൽ നിന്ന്, പല സംസ്കാരങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളുടെ ഇടകലർച്ചകൾ, അവരുടെയൊക്കെ കഥകൾ, ഇവർ തമ്മിലുണ്ടാവുന്ന കഥകൾ, അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു ഒരു വലിയ സാധ്യത തന്നെ നമുക്ക് ഇനി മലയാളം പെരിഫറൽ ആയിട്ടുള്ള ഇങ്ങനത്തെ ഇടകലകളാണ് ഇപ്പൊ നമ്മുടെ സാഹിത്യത്തിൽ വളരെ അധികം വന്നിട്ടുള്ളൂ. പിന്നെ അത് അല്ലാത്തൊരു സാധനം നമ്മുടെ ബാബു ഭരദ്വാജിന്റെ ഫിക്ഷൻ അല്ല, ഫിക്ഷൻ പോലത്തെ കുറിപ്പുകൾ അതിലുണ്ട്. പറയുന്ന ഇത് ഇപ്പൊ ആടുജീവിതത്തിനും ഉണ്ടായൊരു പ്രത്യേകത, നമ്മൾ സാധാരണ പ്രവാസി കാണുന്ന ഒരു ജീവിതമല്ലല്ലോ അത്. അങ്ങനത്തെ കുറെ ജീവിതങ്ങളുള്ളതാണ് ആ ബാബു ഭരദ്വാജിന്റെ പ്രവാസിയുടെ കുറിപ്പുകൾ. ഇപ്പൊ ഈ പറഞ്ഞത് എനിക്ക് തോന്നാറുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത്തരം പ്രമേയങ്ങളിലേക്ക് പോകുമ്പോൾ, ഇത്തരം ഇടങ്ങളിലേക്ക് പോകുമ്പോൾ എഴുത്ത് കുറെ കൂടെ ജേർണലിസ്റ്റിക് രീതിയിലേക്ക് മാറുന്ന ഒരു പ്രശ്നം ഉണ്ടോ എന്ന് എനിക്ക് തോന്നാറുണ്ട് എപ്പോഴും. അതാവാതിരിക്കലാണ് അയാളുടെ കഴിവ്, ആ എഴുതുന്ന ആളുടെ കഴിവ്. അതങ്ങനെ ആവാതിരിക്കണം. അല്ല, അതിൽ ഈ ഏത് എഴുത്തിലും ഒരു ബ്രൂഡിങ് ഉണ്ടല്ലോ. ഇപ്പൊ ഇതൊരു ട്രാൻസിഷൻ സ്റ്റേജ് ആണ്. ഇപ്പൊ അതിന് പല കാരണങ്ങളുണ്ട്. പക്ഷെ ഈ ആളുകൾ കുറെ കൂടി സാവകാശത്തിലാണ് നല്ല വർക്കുകൾ ഉണ്ടാക്കുക. മുമ്പ് എന്താ ചെയ്തിരുന്നത്, ഈ ആളുകൾ അവിടെ ഇരുന്ന് എഴുതുന്ന പരിപാടി ഇല്ലല്ലോ. നമ്മൾ അവിടെ നിന്ന് ഗൾഫ് ജീവിതം മതിയാക്കി നാട്ടിൽ വന്നിട്ട് ഇരുന്ന് എഴുതുകയാണ്.
അതിൽ അന്ന് നല്ലൊരു പങ്കും ഓർമ്മക്കുറിപ്പായിരുന്നു, എന്നിട്ട് അങ്ങോട്ട് ഓർക്കുക, മനസ്സിലായി. അത് മാറിയിട്ട് ക്രിയേറ്റീവ് വർക്കുകളുടെ ഒരു കവിതയിലൊക്കെ നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പം മണിയുടെ തന്നെയും ആ നോവലുകൾ നോക്കിയാൽ അതിൽ ഇൻഡയറക്റ്റായ ഒരുപാട് ഘടകങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു മണിയുടെ ഏറ്റവും നല്ല നോവൽ മണി എന്നെ എഴുതാതിരിക്കുകയാണ്. കാരണം അത്രയും എക്സ്പീരിയൻസ് എനിക്ക് കൂടി നേരിട്ടറിയാവുന്ന അനുഭവതലങ്ങളുണ്ട്. മലയാളത്തിലൊരു നോവലിലും വന്നിട്ടില്ലാത്ത തരം അത് ഞാൻ അടിവരായിട്ട് പറയുന്നു അനുഭവതലങ്ങളുണ്ട്. ഇന്നേവരെ മണി അത് എഴുതിയിട്ടില്ല. വയസ്സായിട്ട് അങ്ങനത്തെ കവികളുണ്ട്, അങ്ങനത്തെ കവികളുണ്ട്. ഇപ്പൊ ആ കവി മരിച്ചുപോയി, പക്ഷെ ഒരു പോലും എഴുതിയിട്ടില്ല, കവി മരിച്ചുപോയി. ഭയങ്കര, ഞാനത് ഓപ്പൺ അപ്പ് ചെയ്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. അത്തരം വലിയ ശക്തവും തീവ്രവുമായ വിപരീത ജീവിതാനുഭവമുള്ള, അപ്പൊ അതങ്ങനെ ആവിഷ്കരിക്കാത്ത ആളുകളുണ്ട്. പിന്നെ വേറെ ഘട്ടത്തിൽ അത് അപ്പം കുറെ കൂടി മെച്ചപ്പെട്ട കൃതികൾ വരും. അതിൽ പറഞ്ഞ പോലെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് കുറെ കൂടി മലയാളത്തിലേക്ക് കുറച്ചുകൂടി മികച്ചതും ആയ എല്ലാ സാഹിത്യ വിഭാഗങ്ങളിലും വരുമെന്നാണ് നമ്മൾ അങ്ങനെ നമ്മുടെ ഒരു ഒബ്സർവേഷൻ. അങ്ങനെ അതേസമയം മലയാളം അല്ലെങ്കിൽ കേരളം എന്നുള്ളത് വലിയ തൊഴിൽ സാധ്യതകൾ പലരും കണ്ടെത്തുന്ന ഇടം കൂടിയാണ്. ഇപ്പോൾ ഇന്ത്യയുടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വലിയ കുടിയേറ്റം അതെ നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം അമലിൻ്റെയൊക്കെ ബംഗാളി കലാപം ഒക്കെ പോലെയുള്ള കുറച്ച് സാഹിത്യ രചനകൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ സാഹിത്യത്തിൽ ഈ പറഞ്ഞ ബിരിയാണി ഒരു കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പ്രവാസ സാഹിത്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ കേരളത്തിൻ്റെ അകത്ത് കേരളത്തിലേക്ക് നടക്കുന്ന, ഇന്ത്യയുടെ അകത്ത് നടക്കുന്ന ഇത്തരം പ്രവാസങ്ങളെ കുറിച്ച് കുറെ കൂടെ എഴുത്തുകൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്. വരും. അതിപ്പോ 10ാം ക്ലാസ്സൊക്കെ പാസ്സാവുന്ന മറ്റേ റാങ്കൊക്കെ കിട്ടിയ കുറെ നമ്മൾ ബംഗാളി എന്ന് വിളിക്കണ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന കുട്ടികളുണ്ട്. ശുദ്ധ മലയാളം പറയണവര്, നമ്മളെക്കാൾ നന്നായിട്ട് മലയാളം പറയുന്ന ഉണ്ട്. അവരിൽ നിന്ന് ഇനി അവരിവിടെ പഠിച്ച് ജോലി നേടും. അവരുടെ മക്കൾക്ക് ഇനി അവിടെ ആയിരിക്കില്ല. ഇപ്പൊ നമ്മളുടെ അമേരിക്കയില്, ഇപ്പൊ നമ്മുടെയൊക്കെ പ്രായത്തിൽ അമേരിക്കയിൽ പോയവരുടെ മക്കള് അറ്റ്ലീസ്റ്റ് മലയാളം പറയും. അവരുടെ മക്കളില്ലേ, അവരുടെ മക്കൾക്ക് മലയാളം അറിയില്ല എന്ന് പറഞ്ഞ പോലെ ഈ പറയുന്ന നോർത്ത് ഇന്ത്യൻസ് ഇവിടെ ഇനി അവരിൽ നിന്ന് പഞ്ചായത്ത് മെമ്പർ വരും, സാഹിത്യകാർ വരും, മലയാളത്തിൽ സാഹിത്യം എഴുതുന്ന ബംഗാളികൾ ഉണ്ടാവാൻ പോവാണ്. അതിൽ വേറൊരു ഫാക്ടറും ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അറബി മലയാളിയെ ലേബർ കമ്മ്യൂണിറ്റി ആയിട്ട് നോക്കി എന്ന് പറഞ്ഞില്ലേ, അതേ സംഗതിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആ ഒരു സമീപനത്തിന് കാതലായ മാറ്റം വരും. നമ്മള് അവരെ ഏറ്റവും വിഷമകരമായ ഒരു സംഗതി, ഇത്രയും പ്രവാസ അനുഭവമുള്ള, പല തലത്തിലുള്ള അനുഭവമുള്ള മലയാളി ഈ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ അതേ തൊഴിലാളികളോട് പെരുമാറുന്ന രീതി, സമീപിക്കുന്ന രീതി, ഇതെല്ലാം വളരെ കൊടിയ അനീതിയാണ്. ഈ സാധനം ഇത് ബംഗാളിലെ ഒറിയക്കാരന്റെ, ആസാമിക്കാരന്റെ, മറ്റ് അവിടുന്ന് വരുന്ന ആളുകളുടെ, ഇതര സംസ്ഥാനത്ത് നിന്ന് വരുന്ന അതേ തൊഴിലാളികളുടെ അവരുടെ ആവശ്യമില്ല, മലയാളികളുടെ ആവശ്യം. നമ്മളത് കറക്റ്റ് ചെയ്യപ്പെടണം. നമ്മുടെ അനുഭവത്തെ മുൻനിർത്തി നമ്മൾ കറക്റ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് ഒരു വളരെ വിഷമകരമായ കാര്യമാണ്. നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത വീട് ഇങ്ങനത്തെ ബംഗാളികൾക്ക് വാടകയ്ക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരു സംശയം വേണ്ട, എല്ലാ പുരോഗമനവാദികളും അത് ശരിയാവില്ല എന്ന് പറയും. അതെ, പ്രവാസിയുടെ പണം കേരളത്തിന്റെ സമൂഹത്തിൽ ഉണ്ടാക്കിയ ഒരു പ്രതിഫലനം പ്രവാസിയുടെ അനുഭവ സമ്പത്ത് ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കണം. കറക്റ്റാണ്, നല്ല ഒബ്സർവേഷൻ. അത് കറക്റ്റാണ്. അത് നമ്മളെ അതാണ് ഞാൻ ഫസ്റ്റിൽ പറഞ്ഞ ഈ അസന്തുലിത. നമ്മൾ കൾച്ചറലി സ്വാധീനിക്കുന്നില്ല, ഭൗതികമായി സ്വാധീനിക്കുന്നു, സാമ്പത്തികമായി സ്വാധീനിക്കുന്നു. മൈഗ്രേഷൻ സാംസ്കാരികമായി സ്വാധീനിക്കുന്നില്ല. മൈഗ്രേഷൻ സാംസ്കാരികമായി സ്വാധീനിച്ചിരുന്നു എങ്കിൽ നമ്മൾ അതേ തൊഴിലാളികളോട് ഇപ്പോഴത്തെ സമീപനത്തിൽ ഈ സമീപനമല്ല ഉണ്ടാവേണ്ടത്. ഒന്നാമത് നമ്മളിവിടെ താമസിക്കുന്നെങ്കിൽ അവർക്ക് നല്ല താമസ സൗകര്യങ്ങളെങ്കിലും ഒരുക്കുമായിരുന്നു. നമുക്ക് ലോഡ്ജ് പണിയാം, അല്ലെങ്കിൽ ഈ സംഗതി പണിയാം, അവരെ പാർപ്പിക്കാം. പക്ഷെ അത് ഒരു നിശ്ചിത നിലവാരത്തിൽ വേണം ചെയ്യാൻ. നിശ്ചിത നിലവാരത്തിലല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്താണ്, നമ്മള് ഇടത്തരം മധ്യവർഗ കച്ചവടക്കാരനാണ്. 60കളിലോ 70കളിലോ ഒക്കെ മലയാളി ഗൾഫിലേക്ക് പോയതിന് സമാനമായിട്ട് ഇപ്പൊ ഇന്ന് കേരളത്തിലേക്ക് ഈ കുടിയേറി വരുന്ന ആളുകളെ കാണാം. പക്ഷെ നമ്മളന്ന്
നേരിട്ടിരുന്ന അതേ പ്രശ്നങ്ങൾ നമ്മൾ അവരിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. ഇപ്പം ബംഗാളി എന്ന് പറയുന്ന ഒരു വിളിയിൽ തന്നെ ആ പ്രശ്നം ഉൾച്ചേർന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം അവരുടെ എല്ലാ തരത്തിലുള്ള സാംസ്കാരിക വൈവിധ്യങ്ങളെയും നമ്മൾ ഒരൊറ്റ വാക്കുകൊണ്ട് നിഷേധിക്കുന്ന, നമ്മളെ മലബാറിന്ന്, അതെ, അല്ലെങ്കിൽ മദ്രാസിൽ നിന്ന് വിളിച്ചതിന് സമാനമായിട്ട് തന്നെ. അപ്പോൾ ഈ പ്രവാസ സാഹിത്യത്തെ വായിക്കുമ്പോൾ നമുക്ക് ശരിക്കും നമ്മൾ ഉൾവഹിക്കേണ്ട ഒരു വലിയ മൂല്യം എന്ന് തോന്നുന്നത് ഈ ദേശങ്ങൾക്ക് അതീതമായിട്ടുള്ള, ഭാഷകൾക്ക് അതീതമായിട്ടുള്ള, അല്ലെങ്കിൽ ഇവൻ പൗരത്വത്തിന് പോലും അതീതമായിട്ട് അവർ ഉന്നയിക്കുന്ന ചോദ്യങ്ങളെയാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഈ ഒന്നാമത്തെ പ്രവാസാനുഭവം എന്ന് പറയുന്നത് നമ്മൾ ആരാണ് ഒരു പൗരൻ അല്ലെങ്കിൽ എന്താണ് പൗരനല്ലാത്ത അവസ്ഥ എന്ന് അനുഭവിച്ചറിയാൻ അതൊരു വലിയ അനുഭവമാണ്. അത് നേരത്തെ സർജു പറഞ്ഞ പോലെ എൻ്റെ കഥയെ പറ്റി പറയണമെന്ന് വിചാരിക്കരുത്. അഫ്രാജ് എന്ന് പറഞ്ഞ കഥയിൽ ഈ പറഞ്ഞതിൻ്റെ ഒരു റിവേഴ്സ് സാധനം ഉണ്ടായിരുന്നു. അവിടെ ജയിലിൽ കിടന്നിരുന്ന ഒരാൾ, അയാളുടെ അമ്മ മലയാളിയാണ്, അച്ഛൻ അറബി, ഇയാളുടെ ചേട്ടനനിയന്മാർക്കൊക്കെ UAE പൗരത്വം. ഇയാൾ 8ാമത്തെ വയസ്സ് തൊട്ടേ തല്ലുകൊള്ളിയായിരുന്നതുകൊണ്ട് 8ാമത്തെ വയസ്സിലെങ്ങാണ്ട് ആദ്യത്തെ കേസ് ഉണ്ടായതുകൊണ്ട് ഇയാൾക്ക് എമറാത്തി പാസ്പോർട്ട് കിട്ടിയില്ല. അപ്പോൾ ആള് ജയിലിൻ്റെ അകത്ത് ഇടയ്ക്കിടയ്ക്ക് പോവും, ഇടയ്ക്കിടയ്ക്ക് വരും. അവിടുത്തെ അഫ്രാജ് എന്ന് പറഞ്ഞ കഥയിലെ ക്യാരക്ടർ ഉണ്ട്. അയാള് ഒരിക്കൽ പോലീസിനെ ജയിലിൻ്റെ അകത്ത് തല്ലിയതിൻ്റെ പേരിൽ അങ്ങോർക്ക് ആ തവണ വന്ന വിധി ഡീപോർട്ടിങ് എന്ന് പറഞ്ഞാൽ ഇയാൾ അവിടുത്തെ രേഖയിൽ ഇന്ത്യക്കാരനാണ്. പക്ഷെ അവിടെ ഒരു കടലാസ് കിട്ടും, അച്ഛൻ അറബി ആയതുകൊണ്ട്. പക്ഷെ അത് പാസ്പോർട്ടല്ല, അവിടെ നിൽക്കാം. പക്ഷെ ഇപ്പൊ ഡീപോർട്ട് വന്നു. അയാൾ ഇതുവരെ കേരളത്തിൽ വന്നിട്ടില്ല, അങ്ങോർക്ക് കേരളത്തിൽ വരേണ്ടി വന്നു. അയാളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഈ പറഞ്ഞ മറ്റേ വിശാല പൗരനാണ് ഇപ്പൊ ആൾക്ക് കേരളത്തിൽ വരേണ്ടി വന്നു. നമ്മളിപ്പോ ഇത്രയും മൈഗ്രേഷൻ ചർച്ച ചെയ്തു. ഇന്ത്യൻ സയന്റിസ്റ്റിന്റെ മൈഗ്രേഷൻ ആലോചിച്ച് നോക്കൂ. സയൻസിൽ നമ്മുടെ പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞന്മാർക്കെല്ലാം ബഹുരാഷ്ട്ര ജീവിതമുണ്ട്. നമ്മളിപ്പോ മേതിലിനെയും അയ്യൂബ് പണിക്കരെ പറയുന്നുള്ളൂ. നമ്മുടെ ഏത് ശാസ്ത്രജ്ഞനെ എടുത്തു നോക്കുക, അവര് ഇത്രയും അവരുടെ ഭൗതികമായ നിലവാരത്തിനും അവരുടെ ഉയർച്ചയ്ക്കും അവരുടെ കണ്ടുപിടുത്തങ്ങൾക്കും അവരുടെ ഒരു എന്താ പറയുക ഒരു ഔന്നത്യത്തിലും ഒക്കെ തന്നെ എത്ര രാഷ്ട്രങ്ങൾ എന്തെല്ലാം. ഇപ്പം നമ്മള് നമ്മുടെ അമുൽ കുര്യൻ എന്ന് പറയുന്ന വർഗീസ് കുര്യൻ മുതൽ പാണക്കാട്ടശ്ശി തങ്ങൾ വരെ ഇന്റർനാഷണലാണ് അവരുടെ ജീവിതാനുഭവം. അപ്പൊ ആ ഒരു റേഞ്ചിനെ നമ്മൾ ആ നിലയ്ക്ക് പരിഗണിക്കുകയോ അഭിമുഖീകരിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നില്ല. ഞാൻ കാണുന്ന അത് ഇന്നേക്ക് ഉണ്ടാവുമായിരിക്കും. നമ്മൾ ഇപ്പോ പറയുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നതിനേക്കാൾ വിപുലമാണ് അതിനെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോഴുള്ള ഇൻഫ്ലുവൻസ്. ഇപ്പം വർഗീസ് കുര്യനാണെങ്കിൽ ഇന്ത്യയിലെ നമ്മുടെ കാർഷിക അടിത്തറയുമായിട്ട് എന്തുമാത്രം ലിങ്ക് ചെയ്ത് കിടക്കുന്ന മനുഷ്യനെ അമേരിക്കയിൽ അങ്ങേരുടെ പഠനകാലം അയാൾ മെറ്റലർജിയോ അങ്ങനെ എന്തോ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അങ്ങേരുടെ ആ ഒരു ടെക്നോക്രാറ്റിൽ നിന്ന് നിലയിൽ നിന്ന് മാറിയ ഒരു ഫീൽഡിലാണ് അങ്ങേര് പിന്നെ ഗുജറാത്തിൽ വർക്ക് ചെയ്യുന്നത്. അയാള് ഈ കോപ്പറേറ്റീവ് മൂവ്മെന്റിൽ വന്നിട്ട് അതാണ് അവിടെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഈ വ്യത്യസ്തമായ മേഖലകളിൽ എസ്പെഷ്യലി ഇപ്പം സ്വാമിനാഥന്റെ കേസിൽ ഒരു പടി ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത് പല ദേശങ്ങളിൽ ആയി നിർമ്മിക്കപ്പെട്ട ആളുകളാണ്. നമ്മൾ ഈ ഏതെങ്കിലും ഒരു പ്രദേശത്തിനും ഒരു രാജ്യത്തിനുമായിട്ട് ഇങ്ങനെ ആളുകളും വസ്തുക്കളും അതിന്റെ നിർമ്മിതിയും ഒന്നുമില്ല. എൻ്റെ ഒരു കവിത ഈ കൺക്ലൂഡ് ചെയ്യുന്നത് നമ്മുടെ ഫിജി ഹിന്ദി സമാപിക്കുന്നത് ഒറ്റ രാജ്യക്കാരാ നിന്റെ രാജ്യം എവിടെയാണ്. നിങ്ങള് പറയുന്ന അതിദേശീയതയ്ക്കും അതിപ്രാദേശികതയ്ക്കും വസ്തുതാപരമായ ഒരു അടിത്തറയില്ല.